എന്താണ് ചക്ക ഉമ്മർത്തൊന്ന് കാണാനല്ലേ വിട്ടു വെച്ചില്ലേ? വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് വേണം കളത്തിക്ക് പോണെങ്കി. നാളെ ചാലിട്ട് വതക്കിയല്ലേ, അപ്പൊ കരിയും നോക്കും ഒക്കെ അവിടെ കേട് വന്ന് കിടക്കുകയാണ്. അപ്പൊ മരപ്പണിക്കാർ വരാ പറഞ്ഞിട്ട് മുതലാളി എന്നെ വിളിച്ചതാണ്. ചാമിയൊക്കെ വന്ന് ഒന്ന് എടുത്തുകൊട്, അവിടെ ഇവിടെ തൊഴുത്തിന്റെ അവിടെ ഇവിടെയൊക്കെ കിടക്കണതല്ലേ, അതിനൊക്കെ എടുത്തു ഒന്ന് നേരെയാക്കിയിട്ട് വേണ്ട നാളെ ഒന്ന് ഉഴുതണെങ്കി. ഊരികൾ നീ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മ ആ പണ്ട് കാലത്തെ ഓർമ്മ കൊണ്ടുവരാനാണ്. ഇനിയിപ്പോ ഇത്തിരി വട്ടം തന്നെ. ബാക്കി മുഖ്യം വന്ന് എന്തൊക്കെയോ മുഖ്യനും വന്നിട്ട് എന്തെങ്കിലും ഇതാക്കുക. അപ്പൊ ഇത് പന്തവും കൊളുത്തി പടക്കവും പൊട്ടിച്ച് ഇത് വതയ്ക്കണല്ലോ. രാവിലെ കണി കണ്ട രാവിലെ ഒന്ന് വളച്ച അതോ പട്ടുമരം പെയ്ത പോലെ ഇന്നലെ കാറ്റും ചെയ്തു. നല്ല പാകം പിന്നെ ഉഴുതു മറിച്ചിടാനേ. അതൊക്കെ പറഞ്ഞപ്പോ മുതലാളി പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അവർ മരപ്പണിക്കാർ കളത്തിക്ക് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അവിടെ നിന്ന് ചക്കയും വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് വേണം എനിക്ക് പോണെങ്കിൽ. ചക്ക പോയി അപ്പോഴേ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയോ? കുട്ടി ഇതേ വരുന്നു, മകൻ വരുന്നു. അപ്പൊ ഞാനും അവന് ഒരു ചക്ക ഇട്ട് തരുവോ പറഞ്ഞു. അപ്പൊ ശരി അമ്മമ്മ ഇട്ട് തരാ പറഞ്ഞ് അവൻ വന്ന് ചക്ക ഇട്ട് 200 റുപ്യ വേണമ്മ പറഞ്ഞ് 200 റുപ്യയും വാങ്ങി ചക്ക കൊണ്ടുപോയി കേട്ടാ. 200 റുപ്യ വാങ്ങിയ അതിന്റെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോളി. എന്താ അങ്ങനെ തോന്നണ്ട, ഇനിയിപ്പോ അവൻ കൂടുതൽ വാങ്ങി തോന്നണ്ട. ഇപ്പൊ തെങ്ങിക്കരാൻ തന്നെ 100 റുപ്യ കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു ലാഭല്ലേ. അതിന്റെ മുകളിൽ നിന്ന് ചക്ക ഇറക്കാനേ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളിനെ കിട്ടുവോ? അവനെങ്കിലും ഇട്ടുതരാൻ വന്നില്ലേ. എന്റെ മകന്റെ കാലാണെങ്കിലോ ഈ സിമെന്റ് അങ്ങനെ ഇതായിട്ട് വഴുക്കിയിട്ട് പിടിക്കും കൂടിയില്ല. അവനെങ്കിലും വന്ന് മുകളിൽ നിന്ന് കയറി ഇട്ട് തന്നില്ലേ. അങ്ങനെ കരുതിയാ മതി. 200 റുപ്യ വാങ്ങി പറഞ്ഞൊന്നും ഭക്ഷണം വേണ്ട. ഇത്തിരി ചക്കക്കെ ഇത്ര പൈസ പോരാ കൂട്ടിത്തരാം. അല്ല എന്താ അങ്ങനെ പറയുന്നത്? അല്ല ഒരു കാര്യം ഇതാ 150 റുപ്യ പിടിച്ചോളി 150 പിടിക്കുന്നു. ഞാൻ 50 റുപ്യ അഡ്വാൻസ് നേരത്തെ തന്നിട്ടുണ്ട്. ചക്കയ്ക്ക് വില നമ്മ മുകളിൽ നിന്ന് 150 നിങ്ങൾ പറഞ്ഞത്. 100 എനിക്ക് തരണ്ടുള്ളൂ. എന്നാ പിന്നെ 150 തന്നെ വെച്ചോളി. ഇനിയിപ്പോ മനസ്താപമൊന്നും വേണ്ട. 150 വെച്ചോളി. കേട്ടോളി. ചക്ക കൊണ്ടുപോയില്ലോ. ചക്ക കൊണ്ടുപോയി. അല്ല ഒന്നുമില്ല. പിന്നെ പരിതാപം ഇതൊന്നും വേണ്ട, വിഷമം വേണ്ട. ചക്ക വെട്ടിയിട്ട് ഒരു കീറ് നിങ്ങക്ക് കൊണ്ട് തരാം. പോരെ കോഴിക്കട്ടനാ പിടിക്കാൻ 12 പറഞ്ഞ വലിയേക്ക് ഇതിലിപ്പോ ഒരു ലാഭവും. അപ്പൊ 200 റുപ്യ പിന്നെ ആയി പറഞ്ഞിട്ടൊന്നും ഭക്ഷണം വേണ്ട. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ പറഞ്ഞ ഇത് വിട്ടു തരാൻ ആള് കിട്ടിയില്ലെങ്കിലേ ആള് നടമാട്ടം ഒതിയല്ലേ. ചക്ക ഈ മഴ പെയ്തും കണ്ട് നനഞ്ഞും കണ്ട് അറ്റു വീണ തലയിലും മണ്ടയിലും വീണ ഊസിന് എന്തെങ്കിലും പറ്റില്ലേ. അപ്പൊ 200 റുപ്യ ആയി പറഞ്ഞിട്ടൊന്ന് എന്റെ മകൻ വാങ്ങി പറഞ്ഞ് കേട്ടോളി. ഞാന് രാവിലെ വരാം. ഏത് കാലത്തിൽ പോയിട്ട് രാവിലെ വരാം. ശരി അപ്പൊ.